Good afternoon. Good afternoon. ഇതൊക്കെ കഴിച്ച എല്ലാവരും? അതെ കഴിച്ചു. മിസ് കഴിച്ചായിരുന്നു. കഴിച്ചു. കഴിഞ്ഞ ക്ലാസ്സിലെടുത്തതൊക്കെ വായിച്ചു നോക്കിയാ? നോക്കിയിട്ടുണ്ടോ? എത്ര പറയാൻ നമ്മ എടുത്തത്? യുനാനി സിസ്റ്റം വരെ, സിദ്ധ സിസ്റ്റം വരെ, നാച്ചുറോപ്പതിയാണ് എടുക്കാനുള്ളത്. ഓക്കെ, ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പോണേട്ടോ മിസ്. എന്തായിരുന്നു ആയുഷ്? ആയുഷില് നമ്മൾ എന്തൊക്കെയാ പറഞ്ഞത്? ആര്യ എന്ന് പറഞ്ഞേ. ആര്യ എന്ന് പറഞ്ഞേ. ആര്യ അനിൽ പ്രസാദ്. ആര്യ, എന്താണ് ആയുഷ് നമ്മൾ പഠിച്ചത്? ആയുഷിനെ കുറിച്ച് എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? ആര്യണ്ടാ? അന്ന ജോസഫ് എന്ന് പറഞ്ഞേ. അന്ന ജോസഫ്. ട്രഡീഷണൽ ഹെൽത്ത് കെയർ, ആയുർവേദ, യോഗ, യുനാനി, സിദ്ധ, ഹോമിയോപ്പതി ആൻഡ് നാച്ചുറോപ്പതിയിലാണ് ആയുഷ് എന്ന പേരുണ്ടായത്. ആയുഷ് 2014 നവംബർ 9 ഫോം ചെയ്തത്. ആയുഷ് യുനാനി, ആയുർവേദ, സിദ്ധ, ഹോമിയോപ്പതി ഇതിൽ നിന്നാണ് ഫസ്റ്റ് ലെറ്റർ ആയിട്ടുള്ള ആയുഷ് ഉണ്ടായത്. ഇതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് പുതിയ കണ്ടുപിടുത്തങ്ങളെ പ്രോത്സാഹിപ്പിക്കുക എന്നതാണ്. ഓക്കെ, വെരി ഗുഡ്. ഇനി ആയുർവേദ. വാട്ട് യു മീൻ ബൈ ആയുർവേദ? ഹെന ഫാത്തിമ എന്ന് പറഞ്ഞേ. ആയുർവേദത്തിൽ എന്തൊക്കെയാ പഠിച്ചത് നമ്മള്? ഹെന ഫാത്തിമ. ഒരു ശരീരത്തിലെ രോഗം വരാനുണ്ടായ കാരണങ്ങൾ, ലക്ഷണങ്ങൾ, ട്രീറ്റ്മെന്റ് ഇതെല്ലാമാണ് ആയുർവേദ നോക്കുന്നത്. 50,000 വർഷങ്ങൾക്ക് നേരെ നമ്മുടെ നാട്ടിൽ ആയുർവേദം വന്നിട്ട് നമ്മുടെ പ്രപഞ്ചത്തിലെ ഓരോ കണികളും ഉണ്ടായിട്ടുള്ളത് 5 എലമെന്റ്സ് ചേർന്നാണ്. ഭൂമി, ആകാശം, വായു, അഗ്നി, ജലം ഇവയൊക്കെയാണ് പഞ്ചമഹാഭൂതങ്ങൾ എന്ന് പറയുന്നത്. 5 എലമെന്റ്സ് ഹ്യൂമൻ ബോഡിയിലെ 3 സമുദായത്താണ് ഉണ്ടാകുന്നത്. വാത, പിത്ത, കഫ ഇവയെ ത്രിദോഷങ്ങൾ എന്ന് പറയുന്നു. പിന്നെ ഇതിന്റെ മെഡിസിൻ പ്രൊവൈഡ് ചെയ്യുന്നത് സസ്യങ്ങളിലൂടെയാണ്. ഇതിന് സൈഡ് എഫക്റ്റുകളും ഇതാണ് ഇതിന്റെ ഗുണങ്ങൾ പറയുന്നത്. ഓക്കെ, വെരി ഗുഡ്. ഇനി അടുത്തത് യോഗയുടെ ബെനഫിറ്റ് ഏതെല്ലാമാണ്? അമൃത കൃഷ്ണ, എന്തൊക്കെയാണ് യോഗയുടെ ബെനഫിറ്റ്സ്? അമൃത കൃഷ്ണ. അമൃത കൃഷ്ണ പറഞ്ഞോ. ഹാപ്പിനെസ്, എന്താണ്? ക്ലിയർ ആവുന്നില്ലല്ലോ മിസ്സിന്, പറഞ്ഞോ. ഹലോ, പറഞ്ഞോ. യോഗയുടെ ബെനഫിറ്റ്സ് എന്തൊക്കെയാണ്? പറഞ്ഞോ മോളെ, കേൾക്കുന്നുണ്ട് മിസ്, പറഞ്ഞോ. പറഞ്ഞോ. ഹാപ്പിനെസ്, പെയിൻ റിലീഫ്, ഹെൽത്തി ബോഡി മെയിൻറ്റെയിൻ, പോസിറ്റീവ് മൈൻഡ്, ഹോർമോൺ ഡിസീസിനെ പ്രിവെന്റ് ചെയ്യുന്നു. ഓക്കെ. ഇനി എന്താണ് യുനാനി സിസ്റ്റം? അനശ്വര എന്ന് പറഞ്ഞേ. എന്താണ് യുനാനി സിസ്റ്റത്തിൽ നമ്മൾ പഠിച്ചത്?
അനശ്വര. അനശ്വര വിജീഷ്. അനശ്വര വിജീഷ് എന്ന് പറഞ്ഞേ. വാട്ട് യു മീൻ ബൈ യുനാനി സിസ്റ്റം? ദീപ്തി ഒന്ന് പറഞ്ഞേ. ദീപ്തി. ദീപ്തി രവീന്ദ്രൻ. യുനാനി സിസ്റ്റം ബേസ് ചെയ്തിട്ടുള്ളത് 2 തിയറീസിലാണ്. ഓക്കെ. ഒന്ന് ചതുർദോഷ, ചതുർഭൂത. ഈ സിസ്റ്റം പറയുന്നത് 4 കോമ്പണൻസ് ഉണ്ട് ഹ്യൂമൻ ബോഡിയിൽ. ബ്ലഡ്, കഫ, പിത്ത, ബ്ലാക്ക് ബെയിൽ ഉണ്ട്. പിത്തിയുണ്ടോ? പിത്ത പറഞ്ഞായിരുന്നോ നമ്മള്? പറഞ്ഞു. കഫ ഏതാ? രണ്ടെണ്ണം. ബ്ലഡ്, കഫ, പിത്ത, ബ്ലാക്ക് ബെയിൽ. ബെയിൽ ആൻഡ് ബ്ലാക്ക് ബെയിൽ ട്ടാ. പിത്ത ഇല്ലാട്ട അതിനകത്ത്. ഓക്കെ. പിന്നെ ഫാദർ ഓഫ് യുനാനി ആരായിരുന്നു? ഫാദർ ഓഫ് യുനാനി ഹിപ്പോക്രാറ്റസ്. ഓക്കെ. അദ്ദേഹം എന്ത് ഫിലോസഫർ ആയിരുന്നു? ക്ലിയർ ആയില്ല മാം? ഏത് ഫിലോസഫർ ആയിരുന്നു? ഗ്രീക്ക് ഫിലോസഫർ. ഓക്കെ. സിദ്ധ സിസ്റ്റം ആര് പറയും? വിസ്മയ. വിസ്മയ വിജിത്. വിസ്മയ വിജിത് എന്ന് പറഞ്ഞേ. സിദ്ധ സിസ്റ്റം. ഹലോ പറഞ്ഞോ. പറയട്ടെ. ഫുഡ് ഈസ് മെഡിസിൻ ആൻഡ് മെഡിസിൻ ഈസ് ഫുഡ്. ഓക്കെ. പ്രിൻസിപ്പിൾ ഓഫ് സിദ്ധ സിസ്റ്റം ആണത്. സെയിം കൺസെപ്റ്റ് ഓഫ് ആയുർവേദ. കൾച്ചർ ഓഫ് സിദ്ധ സിസ്റ്റം ഈസ് തമിഴ്നാട്. എന്ത് കൺസെപ്റ്റ് ആയിരുന്നു പറഞ്ഞേ? ആ കൺസെപ്റ്റ് ഫുഡ് ഈസ് മെഡിസിൻ ആൻഡ് മെഡിസിൻ ഈസ് ഫുഡ്. അത് പ്രിൻസിപ്പിൾ അല്ലേ? ആയുർവേദയുടെ സെയിം കൺസെപ്റ്റ് ആയിരുന്നു പറഞ്ഞല്ലോ. എന്ത് കൺസെപ്റ്റ് ആയിരുന്നു? കൺസെപ്റ്റ് പഠിച്ചത് നമ്മള്. ആയുർവേദയുടെ കൺസെപ്റ്റ് എന്തായിരുന്നു? പറയാവേ. ഇപ്പഴാണല്ലേ നോക്കണത്. ആകാശം, വായു, ജലം. പറഞ്ഞോ. കറക്റ്റാണ്. പറഞ്ഞു. കാണിച്ചു തരാം. വിസ്മയ പോയാ? ഹലോ. പറഞ്ഞോ. ആകാശം, വായു, ജലം, അഗ്നി, ഭൂമി. 5 എലമെന്റ്സ്. അതിനെ പഞ്ചഭൂതങ്ങൾ എന്ന് വിളിക്കുന്നു. ഓക്കെ. എലമെന്റ്സ് എങ്ങനെയാണ് ഹ്യൂമൻ ബോഡിയിൽ കാണപ്പെടുന്നത്? നമ്മുടെ ഹ്യൂമൻ ബോഡിയിൽ എങ്ങനെ കാണപ്പെടുന്നത്? അത് 3 ഇതായിട്ട് വാത, പിത്ത, കഫ. ഓക്കെ. ആ 3 കമ്പോണൻസിനെയും ഒരുമിച്ച് പറയുന്ന പേരെന്താണ്? ത്രിലോകം. ത്രിലോകം. ഓക്കെ. നെക്സ്റ്റ് ടോപ്പിക് എടുക്കാം. നെക്സ്റ്റ് ടോപ്പിക് നോക്കാം. ഏതെടുക്കേണ്ടത്? നാച്ചുറോപ്പതി. വിസ്മയ ഒന്ന് വായിച്ചേ. വിസ്മയ വിജിത്ത് ഒന്ന് വായിച്ചു നോക്കിയേ. നാച്ചുറോപ്പതി എന്താന്ന് വായിച്ചേ. Naturopathy believes that all disease arise owing to accumulation of morbid matter in the body, and if scope is given for its removal, it provides cure or relief.
എന്താ മോർബിഡ് എന്ന് പറഞ്ഞാല്? മോർബിഡ് രോഗാതുരം. എന്താണ്? രോഗാതുരം, രോഗം. പിന്നെ എന്തെങ്കിലും പറയാനുണ്ടോ? നമുക്കറിയില്ല. ഓക്കെ, നോക്കാം കേട്ടോ. സോൾ മ്യൂട്ട് ചെയ്യാൻ പോണേ കേട്ടോ. എന്താണ് മോർബിഡ്? വിഷപദാർത്ഥങ്ങൾ. എന്താണ് മോർബിഡ്? മീൻസ് വിഷപദാർത്ഥങ്ങൾ. അപ്പൊ എന്താണ് നാച്ചുറോപ്പതിയിൽ പറയുന്നത്? നമ്മുടെ ശരീരത്തില് അടിഞ്ഞുകൂടി കിടക്കുന്ന വിഷപദാർത്ഥങ്ങളാണ് നമ്മുടെ ശരീരത്തില് രോഗങ്ങൾ വരുത്തുന്നത്. എന്താണ് നാച്ചുറോപ്പതിയിൽ എന്താണ് പറയുന്നത്? നമ്മുടെ ശരീരത്തില് വളരെയധികം എന്തുണ്ട്? മോർബിഡ് ഫാക്ടേഴ്സ് ഉണ്ട്. എന്താണ്? വിഷപദാർത്ഥങ്ങൾ അടങ്ങിയിട്ടുണ്ട് അല്ലെ? കുമിഞ്ഞുകൂടി, അക്യുമുലേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുമിഞ്ഞുകൂടി കിടക്കുന്നത് എന്നാണ് അർത്ഥം. കുമിഞ്ഞു കൂടുക. അപ്പോ നമ്മുടെ ശരീരത്തില് വളരെയധികം വിഷപദാർത്ഥങ്ങൾ കുമിഞ്ഞുകൂടി കിടക്കുന്നുണ്ട്. അങ്ങനെയുള്ള വിഷപദാർത്ഥങ്ങൾ കാരണമാണ് നമ്മുടെ ശരീരത്തില് രോഗങ്ങൾ വരുന്നതെന്നാണ് നാച്ചുറോപ്പതിയിൽ പറയുന്നത്. ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയാം, ഒരാൾക്ക് എന്താണ് ഭയങ്കര ഓവർ വെയിറ്റ് ആണ്. അപ്പൊ അയാൾ എന്ത് ചെയ്തു? ഭയങ്കര കാലുവേദനയും തണ്ടൽവേദനയൊക്കെ ആയിട്ട് അയാള് ഡോക്ടറെ കാണാൻ പോയി. അപ്പൊ ഡോക്ടർ പറഞ്ഞു, തങ്ങളുടെ ഈ വെയിറ്റ് കുറച്ചാൽ മാത്രമേ ഈ രോഗത്തിൽ നിന്ന് റിലീസ് തങ്ങൾക്ക് ഉണ്ടാവുള്ളൂ. അപ്പൊ അയാൾ എന്ത് ചെയ്യും? നിങ്ങളാണെങ്കിൽ എന്ത് ചെയ്യും? ഓവർ വെയിറ്റ് കുറയ്ക്കാനായിട്ട് എന്ത് ചെയ്യും? ഡയറ്റ്. പിന്നെ എക്സസൈസ് ചെയ്യോ അല്ലെ? ഓക്കെ, എക്സസൈസ് ചെയ്യും. ഒന്നല്ലെങ്കിൽ എന്ത് ചെയ്യും? ജിമ്മിൽ പോയിട്ട് നമ്മള് എക്സസൈസ് ചെയ്യും, അല്ലെങ്കിൽ വീട്ടിൽ ഇരുന്നിട്ട് എക്സസൈസ് ചെയ്യും. അങ്ങനെ നമ്മുടെ വണ്ണം കുറയോ അല്ലെ? അപ്പൊ അതിൽ നിന്ന് എന്താണ് നമ്മുടെ ശരീരത്തിൽ നിന്ന് എന്താണ് പോകുന്നത്? എക്സസൈസ് ചെയ്യുമ്പോ ഫാറ്റ് അല്ലേ പോണത്? ഫാറ്റ് എന്താണ്? ഫാറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ശരീരത്തിലെ മോർബിഡ് ഫാറ്റുകളാണ്, അല്ലെങ്കിൽ വിഷപദാർത്ഥങ്ങളാണ്. ഓക്കെ, ഈ ഫാറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? വിഷപദാർത്ഥങ്ങളാണ്. നമ്മുടെ ശരീരത്തില് അടിഞ്ഞുകൂടി കിടക്കുന്ന വിഷപദാർത്ഥങ്ങളെയാണ് ഫാറ്റ് എന്ന് പറയുന്നത്. ഈ ഫാറ്റ് പോയാൽ നമ്മള് പകുതി രോഗങ്ങള് നമ്മുടെ ശരീരത്തിൽ നിന്ന് പോകും അല്ലെ? അപ്പോ എന്താണ്? നമ്മുടെ ശരീരത്തില് അടിഞ്ഞുകൂടി കിടക്കുന്ന വിഷപദാർത്ഥങ്ങൾ, മോർബിഡ് എന്ന് പറഞ്ഞാല് വിഷപദാർത്ഥങ്ങൾ. ഈ മോർബിഡ് ഫാക്ടേഴ്സ് നമ്മുടെ ഉള്ളിൽ നിന്ന് അല്ലെങ്കിൽ ശരീരത്തിൽ നിന്ന് പോയി കഴിഞ്ഞാല് രോഗങ്ങൾ ഉണ്ടാവില്ല. അങ്ങനെ ആ മോർബിഡ് വിഷപദാർത്ഥങ്ങള് അടിഞ്ഞുകൂടി കിടക്കുന്നത് മൂലമാണ് നമ്മൾക്ക് രോഗങ്ങൾ ഉണ്ടാവുന്നതെന്നാണ് നാച്ചുറോപ്പതിയില് പറയുന്നത്. കൺസെപ്റ്റ് മനസ്സിലായില്ലേ? ഓക്കെ അല്ലേ? നാച്ചുറോപ്പതി എന്താണെന്ന്? ഓക്കെ. ഇനി ഹോമിയോപ്പതിയുടെ പിതാവ് ആരാണ്? അറിയോ? ഹോമിയോപ്പതിയുടെ പിതാവ് അറിയില്ല ആർക്കും? ഹോമിയോപ്പതിയുടെ പിതാവ് ആരാണ്? Yes or no? സാമുവൽ ഹാനിമാൻ. ഇസ് വെരി ഗുഡ്. ഇപ്പൊ ചെറിയ നോട്ടായിട്ട് തരാട്ടോ മിസ്, എഴുതിയെടുത്തോ. നാച്ചുറോപ്പതിന്ന് എഴുതാം. ഫസ്റ്റ് പോയിന്റ്, ഹോമിയോപ്പതി ഡെവലപ്ഡ് ഇൻ Homeopathy developed in 18th century. 18th century.
കമന്റ് ബോക്സിൽ ഞാൻ എഴുതിയിട്ടുണ്ട് കേട്ടോ. സംശയമുള്ളവർ അതിൽ നോക്കിയിട്ട് എഴുതിയാൽ മതി. ഹോമിയോപ്പതി ഡെവലപ്ഡ് ഇൻ 18th century. സെക്കൻഡ് പോയിന്റ് ആണ് ഫാദർ ഓഫ് ഹോമിയോപ്പതി. ഫാദർ ഓഫ് ഹോമിയോപ്പതി എന്നെഴുതിയിട്ട് ഒരു ഹൈഫൺ ഇടാം. സാമുവൽ ഹനിമാൻ. സ്പെല്ലിംഗ് ഞാൻ കമന്റ് ചെയ്യാം കേട്ടോ. സാമുവൽ ഹനിമാൻ. ഫസ്റ്റ് പോയിന്റ് ആണ് ഹോമിയോപ്പതി ഡെവലപ്ഡ് ഇൻ 18th century. Second point is father of homeopathy hyphen സാമുവൽ ഹനിമാൻ എന്നെഴുതാം. ഓക്കെ ആണോ? തേർഡ് പോയിന്റ് പറയട്ടെ മിസ്. ഓക്കെ, തേർഡ് പോയിന്റ് ഹോമിയോപ്പതി ആൻഡ് നാച്ചുറോപ്പതി. Homeopathy and naturopathy is a medical system based on the belief that body can cure itself. തേർഡ് പോയിന്റ് എഴുതിയിട്ടുണ്ട് കേട്ടോ മിസ്. സംശയമുള്ളവർ നോക്കിക്കോ. ഹോമിയോപ്പതി എച്ച് ആൻഡ് എന്നുള്ളത് ഹോമിയോപ്പതി ആൻഡ് നാച്ചുറോപ്പതി എന്നാണ് കേട്ടോ. ഹോമിയോപ്പതി ആൻഡ് നാച്ചുറോപ്പതി ഈസ് എ മെഡിക്കൽ സിസ്റ്റം ബേസ്ഡ് ഓൺ ബിലീഫ് ദാറ്റ് ബോഡി ക്യാൻ ക്യൂർ ഇറ്റ്സെൽഫ്. എന്താണ് അതിൽ പറയുന്നത്? ഹോമിയോപ്പതിയിലായാലും നാച്ചുറോപ്പതിയിലായാലും അല്ലെ, നമ്മുടെ ശരീരത്തിന് എന്തുണ്ട്? ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇമ്മ്യൂണിറ്റി പ്രതിരോധ ശക്തി. അപ്പൊ എന്താണ്? നമ്മുടെ ശരീരത്തിലോട്ട് വരുന്ന രോഗങ്ങളെ തടയാനുള്ള ഒരു ഇമ്മ്യൂണിറ്റി ഉണ്ട്, പ്രതിരോധ ശക്തി ഉണ്ടെന്നാണ് പറയുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു കുട്ടി പറഞ്ഞല്ലോ, ഇപ്പോ മറ്റേ ആയുർവേദത്തിലായാലും ഹോമിയോപ്പതിയിലായാലും ഒക്കെ മരുന്നുകൾ കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം കൂടും പിന്നെ കുറയുള്ളൂ എന്ന് പറഞ്ഞു മിസ്സിനോട് അല്ലെ. എന്താണ്? ആദ്യം നമ്മുടെ മരുന്നുകൾ കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആയുർവേദത്തിലായാലും ഹോമിയോപ്പതിയിലായാലും ഒക്കെ മരുന്നുകൾ നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ ആദ്യം കൂടും. എന്താണ്? ശരീരത്തിനോട് അത് അഡാപ്റ്റ് ആവാനായിട്ട് സമയം പിടിക്കും അല്ലെ. അഡ്ജസ്റ്റ് ആയി കഴിഞ്ഞാല് എന്താണ്? അത് താനെ രോഗം ശമിക്കും അല്ലെ, കുറഞ്ഞു തുടങ്ങും. ഓക്കെ, അപ്പോ എന്താണ്? ഹോമിയോപ്പതിയിലായാലും നാച്ചുറോപ്പതിയിലായാലും എന്താണ്? നമ്മുടെ ശരീരത്തില് രോഗങ്ങളെ തടയാനുള്ള പ്രതിരോധ ശക്തി ഉണ്ടെന്നാണ് പറയുന്നത്. അതാണ് തേർഡ് പോയിന്റിൽ പറയുന്നത്. അപ്പൊ എന്താണ് ഹോമിയോപ്പതി എന്ന് പറഞ്ഞാൽ? എന്താണ് ഹോമിയോപ്പതി എന്ന് പറഞ്ഞാലും നാച്ചുറോപ്പതി എന്ന് പറഞ്ഞാലും എന്താണ്? നമ്മുടെ ശരീരത്തില് രോഗങ്ങളെ തടയാനുള്ള പ്രതിരോധ ശക്തി ഉണ്ടെന്നാണ് പറയുന്നത്. ഇനി നാച്ചുറോപ്പതിയിൽ നമ്മൾ പറഞ്ഞിരിക്കുന്ന പോയിന്റുകൾ ഏതൊക്കെയാണ്? ഹോമിയോപ്പതി വന്നിരിക്കുന്നത് 18th centuryയിലാണ്. ഫാദർ ഓഫ് ഹോമിയോപ്പതി എന്ന് പറഞ്ഞാല് സാമുവൽ ഹനിമാൻ ആണ്. അതുപോലെ എന്താണ്? ഹോമിയോപ്പതിയിലായാലും നാച്ചുറോപ്പതിയിലായാലും പറയുന്നത് എന്താണ്? നമ്മുടെ ശരീരത്തിന് രോഗങ്ങളെ തടയാനുള്ള പ്രതിരോധ ശക്തിയുണ്ട്, ഇമ്മ്യൂണിറ്റി ഉണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, ഓക്കെ അല്ലേ?
ഇനി പറയണോ മിസ്? ചാപ്റ്റർ ഏതാണ് മിസ് എന്നാ? അപ്പൊ ഇത്ര നേരം നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത് എന്താണ്? ആരാ ചോദിച്ചത്? ഏത് ചാപ്റ്ററാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്? അങ്കീത്. അങ്കീത് ഉണ്ടോ ക്ലാസ്സില്? അങ്കീത് ഉണ്ടോ? അങ്കീത്. ഞാനിപ്പോഴാണ് കയറിയത്. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ ഉണ്ടായിരുന്നോ മോൻ? ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തതിന്റെ ബാക്കിയാണ് ഞാൻ എടുക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക് എടുക്കാം. നാച്ചുറോപ്പതി മനസ്സിലായില്ലേ? ഓക്കെ, ഇനി അടുത്ത ടോപ്പിക് ആണ് മോഡേൺ അലോപ്പതിക് ഹെൽത്ത് കെയർ സിസ്റ്റം ഇൻ ഇന്ത്യ. Modern allopathic healthcare system in India. The modern allopathic healthcare system in India include public sector, private sector, and an informal network of care providers. എന്താണ് മോഡേൺ ഹെൽത്ത് കെയർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ അറിയില്ലേ? എന്താണ് മോഡേൺ ഹെൽത്ത് കെയർ സിസ്റ്റം? അലോപ്പതിക് സിസ്റ്റത്തിനെയാണ് നമ്മൾ മോഡേൺ ഹെൽത്ത് കെയർ സിസ്റ്റം എന്ന് പറയുന്നത്. ആ മോഡേൺ ഹെൽത്ത് കെയർ സിസ്റ്റത്തില് എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്? ഏതൊക്കെ സെക്ടേഴ്സ് ആണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്? പ്രൈവറ്റ് സെക്ടർ. പ്രൈവറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? പ്രൈവറ്റ് ആൻഡ് പബ്ലിക് എന്താ അറിയില്ലേ നിങ്ങൾക്ക്? സ്വകാര്യ സ്ഥാപനങ്ങള്. അതുപോലെ പബ്ലിക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗവൺമെന്റ് സ്ഥാപനങ്ങള്. ഓക്കെ, ഇനി ഇൻഫോർമൽ നെറ്റ്വർക്ക് ഓഫ് കെയർ പ്രൊവൈഡേഴ്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇൻഫോർമൽ നെറ്റ്വർക്ക് ഓഫ് കെയർ പ്രൊവൈഡേഴ്സ് എന്തായിരിക്കും? അറിയോ? എക്സാമ്പിൾ ആർക്കെങ്കിലും അറിയോ? പാലിയേറ്റീവ് കെയർ. ഓക്കെ, ശരിയാണ് കേട്ടോ. എന്താണ് ഇൻഫോർമൽ നെറ്റ്വർക്ക് ഓഫ് കെയർ പ്രൊവൈഡേഴ്സ് എന്ന് പറഞ്ഞാല് ഈ കിടപ്പ് രോഗികൾക്ക് അല്ലെങ്കിൽ വീൽ ചെയറിൽ ഇരിക്കുന്ന ആളുകളെയൊക്കെ ഹോസ്പിറ്റലുകളിലേക്ക് കൊണ്ടുവരാനായിട്ട് ആൾക്കാർ വരുമല്ലോ. ആ ആൾക്കാരെയാണ് നമ്മള് ഇൻഫോർമൽ നെറ്റ്വർക്ക് ഓഫ് കെയർ പ്രൊവൈഡേഴ്സ് എന്ന് പറയുന്നത്. ആംബുലൻസ് സർവീസ് ഒക്കെ അതിന് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റും കേട്ടോ. സന്നദ്ധ സംഘടനകൾ. ഓക്കെ, മനസ്സിലായില്ലേ ആ പോയിന്റ്? ഇനി പറയണ്ടല്ലോ മിസ്? ഓക്കെ അല്ലേ? നെക്സ്റ്റ് പറഞ്ഞോട്ടെ. ഇന്ത്യസ് health system can be categorized into 3 distinct phases. Indian health care systemത്തിനെ 3 distinct phase ആയിട്ട് അല്ലെങ്കിൽ 3 phases ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഫേസ് ആണ് in the initial phase of 1947 to 1983. ആരെങ്കിലും ഒരാൾ വായിച്ചേ? ഒന്ന് ഫസ്റ്റ് ഫേസ് ഒന്ന് വായിക്കോ ആരെങ്കിലും? അതുല്യ മുരളി ഒന്ന് വായിച്ചേ. അതുല്യ മുരളി വായിച്ചോ. In the initial phase of 1947 to 1983, health policy was thought to be based on two board principle. First one, none should be denied health care because of the lack of pay. Second, it was the moral duty of the state to provide health care to the people. This phase saw moderate achievements. ഓക്കെ, എന്താണ് മനസ്സിലായത്?
ഫസ്റ്റ് ഫേസ് വായിച്ചപ്പോ എന്താണ് മനസ്സിലായത് അതുല്യ മുരളിക്ക്? പറഞ്ഞു നോക്കി അതുല്യേ. തെറ്റിക്കോട്ടെ, കുഴപ്പമില്ല, പറഞ്ഞോ മോള്. ഫസ്റ്റ് ഫേസില് 2 പ്രിൻസിപ്പിൾസ് ഉണ്ട്. അതില് ഒന്ന് ഹെൽത്ത് കെയർ ബിക്കോസ് ഓഫ് ദി ലാക്ക് ഓഫ് അറിയത്തില്ല. നിഷേധിക്കാൻ പാടില്ലാത്തത് കേട്ടാ. പറഞ്ഞോ. ഹെൽത്ത് കെയർ ബിക്കോസ് ഓഫ് ദി ലാക്ക് ഓഫ് മോറൽ ഡ്യൂട്ടി. മേഡം പറഞ്ഞോ. ആർക്ക് പറയാം? ആർക്ക് പറയാം? മനസ്സിലായവരുണ്ടോ? ഫസ്റ്റ് ഫേസ് മനസ്സിലായവരുണ്ടോ? തെറ്റിയാലും കുഴപ്പമില്ല, പറഞ്ഞോ. പൈസ കൊടുക്കാൻ ഇല്ലാത്ത കാരണം കൊണ്ട് ഒരാൾക്കും ഹെൽത്ത് കെയർ നിഷേധിക്കാൻ പാടില്ല. യെസ്, വെരി ഗുഡ്. സെക്കൻഡ് പോയിന്റ് എന്തായിരിക്കും? നമ്മുടെ സ്റ്റേറ്റിന്റെ ഒരു ഡ്യൂട്ടിയാണ് എല്ലാവർക്കും പ്രൊവൈഡ് ചെയ്യാന്നുള്ളത്. പറഞ്ഞോ പറഞ്ഞോ മോളെ. നമ്മുടെ സ്റ്റേറ്റിന്റെ ഡ്യൂട്ടിയാണ് എല്ലാവർക്കും നല്ല ഹെൽത്ത് കെയർ പ്രൊവൈഡ് ചെയ്യാന്നുള്ളത്. ഓക്കെ, മിസ് പറഞ്ഞത് കേട്ടോ, വളരെ കറക്റ്റ് ആയിട്ട് ആ കുട്ടി പറഞ്ഞു. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ഫേസ് ആണ് ഇനീഷ്യൽ ഫേസ്. അതിന്റെ പീരീഡ് എന്ന് പറയുന്നത് 1947 to 1983 ആണ്. അതിനകത്ത് 2 പ്രിൻസിപ്പിൾ ആണ് പറയുന്നത്. നമുക്ക് പഠിക്കേണ്ടത് 2 പ്രിൻസിപ്പിളിനെ കുറിച്ചാണ്. ഫസ്റ്റ് പ്രിൻസിപ്പിൾ എന്താ പറഞ്ഞത്? നൺ ഷുഡ് ബി ഡിനൈഡ്, നിഷേധിക്കാൻ പാടില്ല. ഹെൽത്ത് കെയർ ബിക്കോസ് ഓഫ് ദ ലാക്ക് ഓഫ് പേ. എന്താണ്? പണമില്ലാത്തത് മൂലം ഒരു ആൾക്കും എന്ത് ഹെൽത്ത് കെയർ നിഷേധിക്കാൻ പാടില്ല. നിങ്ങൾ കേട്ടിട്ടില്ലേ, ബ്രിട്ടീഷുകാര് നമ്മുടെ രാജ്യത്തോട്ട് വന്നിട്ടില്ലേ? ആ ടൈമില് എന്താണ് ജാതി വ്യവസ്ഥ നിലനിന്നിരുന്നു അല്ലെ? അവിടെ നിലനിന്നിരുന്ന ജാതി വ്യവസ്ഥയാണ് എന്ത്? ജന്മിത്ത വ്യവസ്ഥ. അടിയാന്മാര് അല്ലെങ്കിൽ ബ്രാഹ്മണർക്കൊക്കെ എന്താണ് മുൻതൂക്കം അല്ലെങ്കിൽ മുൻപന്തി കൊടുത്തിരുന്നു അല്ലെ? അവർക്കാണ് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുത്തിരുന്നത്. സാധാരണ ജനങ്ങളെ എപ്പോഴും ലോ കാസ്റ്റുകളിൽ, ലോ ലെവലിലായിരുന്നു നിലനിന്നിരുന്നത്. അപ്പോ അവിടെയുള്ള ഹെൽത്ത് കെയർ ആർക്കൊക്കെയാണ് പ്രൊവൈഡ് ചെയ്തിരുന്നത്? അടിയാന്മാർക്കും ബ്രാഹ്മണർക്കും ജന്മിമാർക്കുമാണ് പ്രൊവൈഡ് ചെയ്തിരുന്നത്. സാധാരണ ജനങ്ങൾക്ക് ഹെൽത്ത് കെയർ ഒന്നും കിട്ടിയിരുന്നില്ല. ആരുടെ കാലത്ത്? ബ്രിട്ടീഷുകാര് ഭരിച്ചിരുന്ന കാലത്ത്. ബ്രിട്ടീഷുകാര് പോയതിനു ശേഷം ഇന്ത്യയില് അല്ലെങ്കിൽ ഇന്ത്യൻ ഗവൺമെന്റ് എന്ത് ചെയ്തു? ഈ പോളിസി മാറ്റി എല്ലാവർക്കും എന്താണ് പണമില്ലാത്ത അല്ലെങ്കിൽ പാവപ്പെട്ട ആൾക്കാരെന്നില്ലാതെ എന്താണ് എല്ലാവർക്കും തുല്യമായിട്ട് ഹെൽത്ത് കെയർ പ്രൊവൈഡ് ചെയ്യാനായിട്ട് തുടങ്ങി. ഓക്കെ, അപ്പൊ അതിന് മനസ്സിലായോ? എന്താണ്? പണമില്ലാത്തത് മൂലം ഒരാൾക്കും ഹെൽത്ത് കെയർ നിഷേധിക്കാൻ പാടില്ല. അപ്പോ ബ്രിട്ടീഷുകാര് വന്ന ടൈമിൽ എന്താണ് ലോ ലെവലിലുള്ള ഏറ്റവും താഴ്ന്ന ജാതിയിൽപ്പെട്ട ആൾക്കാർക്ക് ഒന്നും ഹെൽത്ത് കെയർ പ്രൊവൈഡ് ചെയ്തു കൊടുത്തിരുന്നില്ല, കിട്ടിയിരുന്നില്ല. അവര് പോയതിനു ശേഷം ഇന്ത്യൻ ഗവൺമെന്റ് ആ പോളിസിയിൽ മാറ്റം വരുത്തി. എന്തെഴുതി? എല്ലാവർക്കും, പണമില്ലാത്തവനെന്നോ പാവപ്പെട്ടവനെന്നോ ഇല്ലാതെ എല്ലാവർക്കും തുല്യ രീതിയിൽ ഹെൽത്ത് കെയർ കൊടുക്കാനായിട്ട് വിളംബരം ചെയ്തു. ഓക്കെ, ഓക്കെ ആണോ പോയിന്റ്? ഇനി എന്താ സെക്കൻഡ് പോയിന്റ് എന്ന് പറഞ്ഞാല് സ്റ്റേറ്റിന്റെ മോറൽ ഡ്യൂട്ടി ആയിട്ട് മാറി എന്ത്? എല്ലാവർക്കും ഹെൽത്ത് കെയർ പ്രൊവൈഡ് ചെയ്യണം എന്നുള്ളത്. സെക്കൻഡ് ഫേസിൽ എന്താണ്? സെക്കൻഡ് പ്രിൻസിപ്പിളിൽ എന്താണ് പറഞ്ഞത്? സ്റ്റേറ്റിന്റെ മോറൽ ഡ്യൂട്ടി ആയിട്ട് മാറി എല്ലാവർക്കും ഹെൽത്ത് കെയർ പ്രൊവൈഡ് ചെയ്യാൻ എന്നുള്ളത്. ഓക്കെ, ഫസ്റ്റ് ഫേസിൽ എന്താണ് പറഞ്ഞത്?
കാശില്ലാത്തത് മൂലം അല്ലെങ്കിൽ പണമില്ലാത്തത് മൂലം ഒരാൾക്കും ഹെൽത്ത് കെയർ നിഷേധിക്കാനായിട്ട് പാടില്ല. സെക്കൻഡില് എന്താണ് പറഞ്ഞത്? സെക്കൻഡ് ഡ്യൂട്ടി എന്താണ് പറഞ്ഞത്? സ്റ്റേറ്റിന്റെ മോറൽ ഡ്യൂട്ടി ആയിട്ട് മാറി എല്ലാവർക്കും ഹെൽത്ത് കെയർ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത്. ഓക്കെ അല്ലേ? കിട്ടിയില്ലേ 2 പോയിന്റും? മനസ്സിലായോ? ഓക്കെ. ഇനി സെക്കൻഡ് ഫേസ് ആര് വായിക്കും? സെക്കൻഡ് ഫേസ് ആരെങ്കിലും ഒന്ന് വായിച്ചേ. ഞാൻ പറയാം. സൂര്യ ഒന്ന് വായിച്ചേ. സൂര്യ അജീഷ് ഒന്ന് വായിച്ചേ. സൂര്യ ഉണ്ടോ? വായിച്ചോ. സെക്കൻഡ് ഫേസ്. In the second phase of 1983-2000, a national health policy was proclaimed for the first time, 1983, which pronounced clearly the need to encourage private initiative in healthcare service delivery. The policy also intensified the access to public funded primary health care, facilitating expansion of health facilities in rural areas through national health programs. മനസ്സിലായോ മോളെ? അതിനകത്തൊന്ന് വായിച്ചിട്ടുണ്ടോ? മനസ്സിലായേ? 1983 ഹെൽത്ത് പോളിസി വാസ് ഫസ്റ്റ് ടൈമില് വിളംബരം ചെയ്യപ്പെട്ട ആ നാഷണൽ ഹെൽത്ത് പോളിസി വന്നു എന്നാണ് പറയുന്നത് ആ പീരീഡിൽ കേട്ടോ, 1983. ഓക്കെ. ഇനി എന്ത് മനസ്സിലായി? പ്രൈവറ്റ് ഹെൽത്ത് കെയറിലെ സർവീസ് ഡെലിവറി പ്രൈവറ്റ് ഇനിഷ്യേറ്റീവ് കൂടുതൽ ഹെൽത്ത് കെയർ സർവീസ് ഡെലിവറി ചെയ്തു തുടങ്ങി. ഓക്കെ. ഇനി പോളിസി ഓൾസോ അത് പബ്ലിക്ലി ഫണ്ടഡ് പ്രൈമറി ഹെൽത്ത് കെയർ. ഓക്കെ മിസ് പറയാടാ. ഓക്കെ. സെക്കൻഡ് ഫേസിന്റെ പീരീഡ് എന്ന് പറഞ്ഞാല് 1983 മുതൽ 2000 വരെയാണ്. നാഷണൽ ഹെൽത്ത് പോളിസി എസ്റ്റാബ്ലിഷ് ചെയ്തതെന്നാണ്, അല്ലെങ്കിൽ പ്രൊക്ലൈംഡ് ചെയ്തതെന്നാണ്? നാഷണൽ ഹെൽത്ത് പോളിസി വാസ് പ്രൊക്ലൈംഡ് ഇൻ എന്നാണ് 1983 കേട്ടോ. അത് ഇമ്പോർട്ടന്റ് ആണ്. നാഷണൽ ഹെൽത്ത് കെയർ പോളിസി വന്നത് 1983 അപ്പൊ എന്താണ്? ഫസ്റ്റ് ഫേസിൽ പറഞ്ഞ പോലെ സ്റ്റേറ്റിന്റെ ഡ്യൂട്ടി ആണ് എല്ലാവർക്കും ഹെൽത്ത് കെയർ പ്രൊവൈഡ് ചെയ്യാന്നുള്ളത്. സെക്കൻഡ് ഫേസ് ആയപ്പോഴേക്കും അതെന്തായിട്ട് മാറി? സ്റ്റേറ്റ് പ്ലസ് പ്രൈവറ്റ് സെക്ടറിലോട്ട് മാറി. കാരണം എന്തായിരിക്കും? കാരണം എന്താണെന്നറിയോ? കാരണം എന്തായിരിക്കും? ഓക്കെ. പറയാം മിസ് പറയാം. വൈഡായി ജോബി പറഞ്ഞു. അപ്പൊ എന്താണ്? ഈ ഗവൺമെന്റിന്റെ ഡ്യൂട്ടി ആയിട്ട് മാറി അല്ലെ? ഫസ്റ്റ് ഫേസിൽ ഗവൺമെന്റിന്റെ ഡ്യൂട്ടി ആയിരുന്നു എന്ത്? എല്ലാവർക്കും ഹെൽത്ത് കെയർ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത്. സെക്കൻഡ് ഫേസിലോട്ട് വന്നപ്പോ പ്രൈവറ്റ് പ്ലസ് പബ്ലിക് അങ്ങനെയുള്ള 2 പേരും കൂടിയിട്ടാണ് ഹെൽത്ത് കെയർ പ്രൊവൈഡ് ചെയ്യുക എന്നൊരു കൺസെപ്റ്റിലോട്ട് വന്നു. കാരണം എന്താണ് ചിലപ്പോ ഗവൺമെന്റിലെ എംപ്ലോയീസുകളുടെ ലഭ്യത കുറവായിരിക്കാം, അല്ലെങ്കിൽ പല എക്കണോമിക് പ്രോബ്ലംസും ഉണ്ടാവും. അപ്പോൾ ഗവൺമെന്റിന് ചില സ്ഥലങ്ങളിലോട്ട് ഓടിയെത്താൻ പറ്റില്ല.
ചെറിയ ഗ്രാമങ്ങളിലൊക്കെ കുറെ അധികം ആൾക്കാരുണ്ടാവുമല്ലോ, അവിടേക്കൊക്കെ ഗവൺമെന്റിന് ഓടി എത്താൻ പറ്റില്ല. അപ്പൊ ഗവൺമെന്റ് എന്ത് ചെയ്തു? പ്രൈവറ്റൈസേഷൻ ചെയ്തു. പ്രൈവറ്റിനെയും കൂടി ഹെൽത്ത് കെയർ പ്രൊവൈഡ് ചെയ്യാനായിട്ട് കൊണ്ടുവന്നു. വിളംബരം ചെയ്യപ്പെട്ട, പ്രൊക്ലൈംഡ് മീൻസ് വിളംബരം ചെയ്യപ്പെട്ട. ഓക്കെ, നിങ്ങളിങ്ങനെ ഇടയ്ക്ക് ചോദിക്കുമ്പോൾ മിസ് പറയണത് മിസ്സിന് ഒരു ബുദ്ധിമുട്ടാണ്, ബാക്കി എല്ലാവർക്കും അതൊരു ബുദ്ധിമുട്ടാണ്. അപ്പൊ പറയുമ്പോൾ ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. ഓക്കെ, അപ്പോ സെക്കൻഡ് ഫേസിൽ എന്തായിരുന്നു? ഹെൽത്ത് കെയർ കൊടുക്കുന്നത്, അല്ലെ? ജനങ്ങൾക്ക് ഹെൽത്ത് കെയർ കൊടുക്കുന്നത് പ്രൈവറ്റും പബ്ലിക്കും കൂടിയിട്ടുള്ള ഒരു കൺസെപ്റ്റിലേക്ക് വന്നു. എന്താണ് അങ്ങനെ വരാൻ കാരണം? ഗവൺമെന്റ് എംപ്ലോയീസിന്റെ ലഭ്യത കുറവ് അല്ലെങ്കിൽ എക്കണോമിക് പ്രോബ്ലംസിന്റെ കാരണങ്ങൾ കൊണ്ടോ ഗവൺമെന്റ് എംപ്ലോയീസിന് അല്ലെങ്കിൽ ഗവൺമെന്റിന് എന്താണ് ചെറിയ ഗ്രാമങ്ങളിലൊക്കെ എത്തിപ്പെടാൻ പറ്റാത്തതിന്റെ കുറവ് മൂലം ഗവൺമെന്റ് ആരെയും കൂടിയും ചേർത്തു? പ്രൈവറ്റ് സെക്ടറിനെയും കൂടിയും ചേർത്തു. അങ്ങനെയാണ് ചെറിയ മോഡേൺ ഹോസ്പിറ്റലുകള് വരാനായിട്ട് തുടങ്ങിയത്. നിങ്ങൾ കണ്ടിട്ടില്ലേ? മറ്റേ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ, ഒരു ഗ്രാമങ്ങളിൽ വന്നിട്ട് ടെന്റ് ഒക്കെ കെട്ടിയിട്ട് ഓരോ ക്യാമ്പുകൾ നടത്തുന്നത്, ഡോക്ടേഴ്സും നഴ്സും ഒക്കെ രോഗികളെ പരിശോധിക്കുന്നത്, പ്രഷർ ചെക്ക് ചെയ്യുക. കണ്ടിട്ടില്ലേ നിങ്ങള് സിനിമയില്? ആരും കണ്ടിട്ടില്ലേ സിനിമയില്? അത് അങ്ങനെയുള്ള ടെന്റുകളൊക്കെ കെട്ടി അല്ലെങ്കിൽ മെഡിക്കൽ ക്യാമ്പുകളൊക്കെ കെട്ടി രോഗികളെ പരിശോധിക്കുന്നത് നാഷണൽ ഹെൽത്ത് പ്രോഗ്രാംസിന് ഒരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. മെഡിക്കൽ ക്യാമ്പൊക്കെ. ഓക്കെ, നാഷണൽ ഹെൽത്ത് പ്രോഗ്രാംസ് അതിനൊരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. അപ്പോ ഈ നാഷണൽ ഹെൽത്ത് പ്രോഗ്രാംസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ചെറിയ ഗ്രാമങ്ങളിലൊക്കെ ഡോക്ടേഴ്സും നഴ്സുമാരും കൂടി ചേർന്ന് രോഗികൾക്ക് എന്ത് ചെയ്യുന്നു? ഹെൽത്ത് കെയർ പ്രൊവൈഡ് ചെയ്യുന്നു. മനസ്സിലായില്ലേ? ആ നാഷണൽ ഹെൽത്ത് പ്രോഗ്രാംസിന്റെ കാര്യം മനസ്സിലായില്ലേ? മെഡിക്കൽ ക്യാമ്പ്സ് പോലുള്ള സംവിധാനങ്ങൾ രോഗികൾക്ക് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നു. പ്രഷർ നോക്കാം, ഷുഗർ നോക്കാം. അറിയില്ലേ? ടെന്റൊക്കെ കെട്ടിയിട്ട് നിങ്ങൾ കണ്ടിട്ടില്ലേ? കണ്ടിട്ടുണ്ടാവുമല്ലോ ഗ്രാമങ്ങളിലൊക്കെ വന്നിട്ട്. അപ്പൊ അതാണ് നാഷണൽ ഹെൽത്ത് പ്രോഗ്രാംസിന് ഒരു എക്സാമ്പിള്. മെഡിക്കൽ ക്യാമ്പ്സ് എന്ന് എഴുതാം. ഓക്കെ, അപ്പോ സെക്കൻഡ് ഫേസിൽ എന്താണ് നമ്മൾ പറഞ്ഞത്? രോഗികൾക്ക് ഹെൽത്ത് കെയർ പ്രൊവൈഡ് ചെയ്യാനായിട്ട് പ്രൈവറ്റും പബ്ലിക്കും എന്ന കൺസെപ്റ്റിലോട്ട് വന്നു. അവിടെ എന്താണ്? ഗവൺമെന്റിന് ചെറുകിട അല്ലെങ്കിൽ ചെറിയ ഗ്രാമങ്ങളിൽ എത്താൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായിരുന്നത് കൊണ്ട് പ്രൈവറ്റിലേക്ക് ഗവൺമെന്റ് ഹെൽത്ത് കെയർ പ്രൊവൈഡ് ചെയ്തു കൊടുത്തു. അപ്പൊ എന്താണ്? അങ്ങനെ വന്നപ്പോ ചെറിയ മോഡേൺ ഹോസ്പിറ്റലുകൾ ഉണ്ടാവാൻ തുടങ്ങി ഓരോ ഗ്രാമങ്ങളിലും. അങ്ങനെ എന്താണ്? അവിടെ ഹെൽത്ത് കെയർ പ്രൊവൈഡ് ചെയ്യാനായിട്ട് തുടങ്ങി. നാഷണൽ ഹെൽത്ത് പ്രോഗ്രാംസിനൊരു എക്സാമ്പിൾ ആണ് മെഡിക്കൽ ക്യാമ്പ്സ്. ഓക്കെ അല്ലേ? ഫേസ് ഫസ്റ്റ് ഫേസിൽ പറഞ്ഞത് സ്റ്റേറ്റിന്റെ ഒരു ഡ്യൂട്ടി, ഗവൺമെന്റിന്റെ മാത്രം ഡ്യൂട്ടി ആയിട്ട് മാറി. എല്ലാവരും മ്യൂട്ട് ചെയ്ത്. സെക്കൻഡ് ഫേസിൽ എന്തായിരുന്നു? ഗവൺമെന്റും പ്രൈവറ്റ് സെക്ടറും കൂടി ചേർന്ന് ഹെൽത്ത് കെയർ നടത്താനായിട്ട് അല്ലെങ്കിൽ നോക്കാനായിട്ട് തുടങ്ങി. ഇനി തേർഡ് ഫേസിൽ ആര് വായിക്കും? സോണിയ ആന്റണി വായിച്ചേ. സോണിയ ആന്റണി വായിച്ചു. The third phase post 2000, writing the further shift and widening of the focus. The current phase address main issue such as a public-private partnership, liberalization of insurance sector, and the government as a financer. Okay. എന്ത് മനസ്സിലായി മോളെ? പറയാൻ പറ്റോ? 2000 തേർഡ് ഫേസ് സ്റ്റാർട്ട് ചെയ്തത്. ശരിയാണ് മിസ്സേ? പറഞ്ഞോ, കറക്റ്റാണ്. നമ്മൾ പറഞ്ഞോ. പിന്നെ എന്തൊക്കെ വന്നു? ഗവൺമെന്റും പ്രൈവറ്റ് സെക്ടറുമായിട്ട് പാർട്ണർഷിപ്പ് ഉണ്ടായി. ഓക്കെ. പിന്നെ
അതിലൂടെ അവര് ഫിനാൻഷ്യലി ആയിട്ട് അവർ അങ്ങനെ ഒരു കൈവപ്പുണ്ടായി ഫൈനാൻഷ്യലി. പബ്ലിക്കും ഗവൺമെന്റുമായിട്ട് ഫൈനാൻഷ്യലി അവരുടെ കൈവപ്പുണ്ടായി. അതുപോലെ തന്നെ കറന്റ് ഫെസിലിറ്റീസ് ആൻഡ് മെയിൻ ഇൻഷുറൻസ് സെറ്റപ്പ് എന്താണ്? ലിബറലൈസേഷൻ ഓഫ് ഇൻഷുറൻസ് സെക്ടർ എന്താ പറയണേ? അയ്യോ, ലിബറൈസേഷൻ എന്ന് പറയുന്നത് സങ്കോചിതമാണോ മിസ്സേ? അല്ല, കൂടിച്ചേരലാണോ? മിസ് പറഞ്ഞുതരാം. ഓക്കെ, പറയാട്ടാ. ടെക്നിക്കൽ എറേഴ്സ് ആണ് കേട്ടോ, ഇത് പറയാം. എന്താണ് തേർഡ് ഫേസ് എന്ന് പറഞ്ഞാൽ? എന്താണ്? പോസ്റ്റ് 2000 ആണ് തേർഡ് ഫേസിൽ വരുന്നത്. അതിനകത്ത് എന്താണ് പറഞ്ഞത്? പബ്ലിക് ആൻഡ് പ്രൈവറ്റ് ഓണർഷിപ്പ് ആയിട്ട് മാറിയല്ലേ. നമ്മൾ സെക്കൻഡ് ഫേസിൽ പറഞ്ഞു എന്താണ്? പബ്ലിക്കും പ്രൈവറ്റും തമ്മില് രോഗികൾക്ക് എന്ത് ഹെൽത്ത് കെയർ പ്രൊവൈഡ് ചെയ്യാൻ തുടങ്ങി. അപ്പൊ അതുപോലെ എന്താണ് തേർഡ് ഫേസിൽ പബ്ലിക് ആൻഡ് പ്രൈവറ്റ് ഓണർഷിപ്പ് ആയിട്ട് വന്നു. അതുപോലെ ലിബറലൈസേഷൻ, ഉദാരവൽക്കരണം ഓഫ് ഇൻഷുറൻസ് സെക്ടർ. ഇൻഷുറൻസ് സെക്ടർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇൻഷുറൻസ് സർവീസുകൾ രോഗികൾക്ക് പ്രൊവൈഡ് ചെയ്യാം. RSBY കാർഡിനെ കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ടോ? ഉണ്ടോ? നിങ്ങള് ഉണ്ടാവുമല്ലോ RSBY കാർഡ്. ഉണ്ട്. ഓക്കെ. അപ്പൊ എന്താണ് RSBY കാർഡ് എടുത്ത രോഗികൾക്ക് എന്താണ് കിട്ടുന്നത്? ബെനഫിറ്റ് എന്തായിരിക്കും? എങ്ങനെയായിരിക്കും ബെനഫിറ്റ് കിട്ടുക? പറഞ്ഞോ. അവർക്ക് നിശ്ചിത തുക സർക്കാരിന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയതിനു ശേഷം സർക്കാരിന്റെ കയ്യിൽ നിന്ന് നിശ്ചിത തുക നമുക്ക് കുറയും, ബില്ലിന്ന് കുറയും. ഓക്കെ, എന്താണ് മിസ് പറഞ്ഞുതരാം. അപ്പൊ RSBY കാർഡ് ഇൻഷുറൻസ് സർവീസ് ഒക്കെ രോഗികൾക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് തുടങ്ങി. എങ്ങനെയാണ്? ഇപ്പോ രോഗി അഡ്മിറ്റ് ആയി, ഇപ്പൊ ഡിസ്ചാർജ് ആവുന്നത് വരെ അങ്ങനെയുള്ള അത്രയും തുക അല്ലെ ബില്ല്. ഇപ്പോ ഡിസ്ചാർജ് ആയിട്ട് എന്താണ് അഡ്മിറ്റ് ആയി ഡിസ്ചാർജിങ് പ്രോസസ്സ് വരെയുള്ള ബില്ലുകൾ ഗവൺമെന്റിന് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും തുക നമുക്ക് കിട്ടും അല്ലെ? അങ്ങനെയല്ലേ? കിട്ടൂലേ? അപ്പൊ അതാണ് ഇൻഷുറൻസ് സെക്ടർ എന്ന് പറഞ്ഞാല്. RSBY കാർഡിലൊക്കെ നമുക്ക് അങ്ങനെയല്ലേ കിട്ടണത്? അങ്ങനെയാണോ? എല്ലാവരും ഉറങ്ങിയോ? ആരൊന്നും മിണ്ടുന്നില്ലല്ലോ, പറയുന്നില്ലല്ലോ. ഓക്കെ. അപ്പൊ എന്താണ് ലിബറലൈസേഷൻ ഓഫ് ഇൻഷുറൻസ് സെക്ടറിൽ പറയണത്? എന്താണ്? അത്രയും ഇൻഷുറൻസ് സർവീസുകൾ കൊടുക്കാനായിട്ട് തുടങ്ങി. ഉദാഹരണം എഴുതി വെക്കാം. എന്താണ്? RSBY കാർഡ്. അല്ലെങ്കിൽ ഉദാഹരണം ഒന്നും ഇപ്പൊ എഴുതി വെച്ചില്ലെങ്കിൽ എക്സാമിന് നിങ്ങൾ കിടന്ന് വെള്ളം കുടിക്കേണ്ടി വരും കേട്ടോ. ഓക്കെ. പിന്നെ അപ്പൊ എന്താണ്? ഗവൺമെന്റ് ആസ് എ ഫിനാൻഷ്യൽ ആയിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങി അല്ലെ? ഗവൺമെന്റിന്റെ കയ്യിൽ നിന്നല്ലേ നമ്മൾക്ക് കിട്ടുന്നത് പൈസ. അപ്പൊ എന്താണ്? ഗവൺമെന്റ് ആസ് എ ഫിനാൻഷ്യൽ ആയിട്ട് പ്രവർത്തിക്കാനായിട്ട് തുടങ്ങി. തേർഡ് ഫേസിലെ 3 പോയിന്റ് മാത്രം അടയാളപ്പെടുത്തി വെക്കണം കേട്ടോ. പബ്ലിക് ആൻഡ് പ്രൈവറ്റ് ഓണർഷിപ്പിലോട്ട് വന്നു. അതുപോലെ എന്താണ്? ഇൻഷുറൻസ് സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെന്താ? ഗവൺമെന്റ് ആസ് എ ഫിനാൻഷ്യൽ ആയിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങി. ഓക്കെ അല്ലേ? തേർഡ് ഫേസിന് പറയണോ മിസ്? ക്ലിയർ ആയോ? ഓക്കെ. ഇനി നെക്സ്റ്റ് ടോപ്പിക് ആണ് ദ ഹെൽത്ത് കെയർ ഇൻഫ്രാസ്ട്രക്ചർ ഇൻ റൂറൽ ഏരിയ ബി ഡെവലപ്ഡ് ആസ് എ 3-tier സിസ്റ്റം. ഹെൽത്ത് കെയർ സിസ്റ്റം 3-tier സിസ്റ്റം ആയിട്ട് മാറണേ. അതെന്താണ്? ഏതൊക്കെയാണ്? സബ് സെന്റേഴ്സ്,
പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സ്, അതുപോലെ തേർഡ് വൺ ആണ് പറയുന്നത് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റേഴ്സ്. ഫസ്റ്റ് സബ് സെന്റേഴ്സ് ആര് വായിക്കും? സിമ്പിൾ ആയിട്ടുള്ള പോയിന്റുകളാണ്. ആര് വായിക്കും? സബ് സെന്റേഴ്സ്. വിദ്യ ഒന്ന് വായിച്ചേ. വിദ്യനെ കൊണ്ട് ഞാൻ വായിപ്പിച്ചതാണോ? സുലേഖ ഒന്ന് വായിച്ചേ. സബ് സെന്റർ. സുലേഖ. സുലേഖ ഉണ്ടോ? ശ്രീലക്ഷ്മി മിഥുൻ ഒന്ന് വായിച്ചേ. ശ്രീലക്ഷ്മി മിഥുൻ ഒന്ന് വായിച്ചേ. Sub-centers. In rural areas, health sub-centers make up the institutional basis of primary care. It typically performs basic medical services, immunizations, and referrals. Sub-centers are usually temporary structures employing 1 to 2 care workers in most locations. Each sub-center is supposed to provide indispensable for up to 5,000 individuals. The sub-centers are complemented by community health workers under supervision of the sub-center. എന്താ മോളെ മനസ്സിലായത് അതിനകത്തുനിന്ന്? അതായത് അതായത് നമ്മുടെ ഗ്രാമങ്ങളിലൊക്കെ ഹെൽത്ത് സബ് സെന്റേഴ്സ് ആണ് പ്രൈമറി കെയർ നടത്തുന്നത് ഇൻസ്റ്റിറ്റ്യൂഷനിലായിട്ട്. ഇത് ടിപ്പിക്കലായിട്ട് പെർഫോം ചെയ്യുന്നത് മെഡിക്കലിന്റെ സർവീസസ്, പിന്നെ ഇമ്മ്യൂണിസേഷൻസ്, റെഫറൽ. ഇമ്മ്യൂണൈസേഷൻ എന്താ? ഇമ്മ്യൂണിസേഷൻ എന്ന് പറഞ്ഞാൽ പ്രതിരോധ കുത്തിവെപ്പ് നടത്തുന്നത്. കുത്തിവെപ്പ് നടത്തുന്നത്. പിന്നെ അത് റെഫർ ചെയ്യുന്നത് സബ് സെന്ററുകളും പിന്നെ പിന്നെ യൂഷ്വലി പതിവായിട്ട് ടെമ്പററി സ്ട്രക്ചറാണ്, താൽക്കാലികമായിട്ടുള്ള ഒരു സ്ട്രക്ചറാണ്. പിന്നെ അതിൽ എംപ്ലോയീസ് എന്ന് പറയുന്നത് 1 to 2 കെയർ ആണ് വർക്ക് ചെയ്യണത് ലൊക്കേഷൻസിൽ. പിന്നെ ഓരോ അതായത് 5,000 ഇൻഡിവിജ്വൽസ് ആണ് അവിടെ. 5,000 ഇൻഡിവിജ്വൽസിനാണ് അവിടെ സേവനം കൊടുക്കുന്നത്. പിന്നെ സബ് സെന്റേഴ്സ് കോംപ്ലിമെന്റഡ് ബൈ കമ്മ്യൂണിറ്റി ഹെൽത്ത് വർക്കേഴ്സും പിന്നെ അവര് സബ് സെന്ററിന്റെ സൂപ്പർവിഷനിലാണ് അവര് വർക്ക് ചെയ്യണത്. ഓക്കെ. സബ് സെന്റർ അല്ലെ? സബ് സെന്റർ എവിടെയാണ്, ഏത് ഏരിയയിലാണ് പ്രവർത്തിക്കുന്നത്? റൂറൽ ഏരിയാസിലാണ് പ്രവർത്തിക്കുന്നത്. അതുപോലെ ഏത് കെയർ ആണ് കൊടുക്കുന്നത്? പ്രൈമറി കെയർ ആണ് അവര് കൊടുക്കുന്നത്. പിന്നെന്താ, എന്തൊക്കെ സർവീസുകൾ കൊടുക്കുന്നുണ്ട്? മെഡിക്കൽ സർവീസും ഇമ്മ്യൂണൈസേഷൻ പ്രതിരോധ കുത്തിവെപ്പുകളും നൽകുന്നുണ്ട്. നിങ്ങൾ ഹെൽത്ത് സെന്റർ കണ്ടിട്ടില്ലേ? ഹെൽത്ത് സെന്റർ അതാണ് ഈ സബ് സെന്ററിന് ഉദാഹരണം. എക്സാമ്പിൾ ഓഫ് സബ് സെന്റർ. ഹെൽത്ത് സെന്റർ ആണ് ഈ സബ് സെന്ററിന് ഉദാഹരണം. അപ്പോ അവരുള്ളത് അല്ലെങ്കിൽ അവരുടെ ഏരിയ എന്ന് പറയുന്നത് റൂറൽ ഏരിയാസിലാണ്. പ്രൈമറി കെയർ ആണ് അവര് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ എന്താണ്, മെഡിക്കൽ സർവീസും ഇമ്മ്യൂണൈസേഷനും കുത്തിവെപ്പുകള് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ ടെമ്പററി സ്ട്രക്ചർ എന്താണ്? താൽക്കാലികമായിട്ടുള്ള സ്ട്രക്ചർ ആണ് അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത്. എന്താണ്? ഹെൽത്ത് കെയർ എത്ര ദിവസമാണ് പ്രവർത്തിക്കുന്നത് അറിയോ? ഹെൽത്ത് സെന്റർ ആഴ്ചയിൽ വല്ല 1-2 ദിവസം, 2 ദിവസം മാത്രമേ പ്രവർത്തിക്കുകയുള്ളൂ. എന്താണ്? ചിലപ്പോ ബുധനും ശനിയുമായിരിക്കാം പ്രവർത്തിക്കുന്നത്. ഓക്കെ, അതിൽ ശരിയാണ്. 2 ദിവസം മാത്രമേ, ആഴ്ചയിൽ 2 ദിവസം മാത്രമേ അത് പ്രവർത്തിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് അതിനെ ടെമ്പററി സ്ട്രക്ചർ എന്ന് പറയുന്നത്. പിന്നെ എന്താണ്?
1 to കെയർ വർക്കേഴ്സ് മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. പിന്നെന്താണ് പറയുന്നത്? 5000 ഇൻഡിവിജ്വൽസിനെ സേവനം ചെയ്യുകയുള്ളൂ. ഓക്കെ, ചെറിയ ചെറിയ പോയിന്റ് ആക്കി മിസ് പറഞ്ഞു തരാം, നിങ്ങൾക്ക് പഠിക്കാൻ സുഖമായിരിക്കും. അപ്പൊ എഴുതിക്കോ. ഫസ്റ്റ് ഹെഡിങ് എഴുതിക്കോ, സബ് സെന്റർ. സബ് സെന്റർ. ഫസ്റ്റ് പോയിന്റ്, it provide basic primary care. It provide basic primary care. Second one, it provides basic medical service. Basic medical service like immunization. The third point, it is a temporary structure. It is a temporary structure. Temporary structure. Fourth point, employing 1 to care workers. Fifth point, it serve എന്ന് പറഞ്ഞാല് സേവിക്കുക. It serve 5000 people. പീപ്പിളിന്റെ സ്പെല്ലിംഗ് മിസ് അടിച്ച് തെറ്റിപ്പോയിട്ടോ. ഫിഫ്ത് പോയിന്റ് എഴുതിയോ? ഇറ്റ്സ് ആർ 5000 പീപ്പിൾ. ഓക്കെ ആണോ? കിട്ടിയില്ല എല്ലാവർക്കും? സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റില്ലേ? ഓക്കെ, അപ്പൊ എന്താണ് പറഞ്ഞത്? പ്രൈമറി കെയർ ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ എന്താണ്? ഇമ്മ്യൂണൈസേഷൻ, അങ്ങനെ മെഡിക്കൽ സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ടെമ്പററി സ്ട്രക്ചർ ആണ്. 1 to കെയർ വർക്കേഴ്സ് ആണ് ഉണ്ടായിരിക്കുന്നത്. പിന്നെന്താണ്? 5000 ഇൻഡിവിജ്വൽസിനാണ് സേവനം ചെയ്യുന്നത്. ആശാ വർക്കേഴ്സ് ഒക്കെ ഇൻക്ലൂഡഡ് ആണ് കേട്ടോ. ഓക്കെ, പിന്നെ അതിന് എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് ഏതാണ്? ഹെൽത്ത് സെന്റർ. അറിയില്ലേ? ആശാ വർക്കറൊക്കെ ഒന്ന് പറയില്ലേ, ഇന്ന മാസം കൊച്ചുങ്ങൾക്ക് കുത്തിവെപ്പ് എടുക്കണം. ഗർഭിണികളാണെങ്കിൽ പറയും ഇന്ന മാസം നിങ്ങൾക്ക് കുത്തിവെപ്പുണ്ട്, TT എടുക്കണം എന്നൊക്കെ പറയും. കേട്ടിട്ടുണ്ടോ? കുട്ടികളുള്ളവർക്ക് അറിയാൻ പറ്റും. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കാം നമുക്ക്. പ്രൈമറി ഹെൽത്ത് സെന്റർ. ഡൗട്ട്സ് ഒന്നുമില്ലല്ലോ? സിമ്പിൾ അല്ലേ? എളുപ്പല്ലേ? ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് പ്രൈമറി ഹെൽത്ത് സെന്റർ. ആരാ വായിക്കാം?
പ്രവീണ ഒന്ന് വായിച്ചേ. പ്രവീണ ചിന്നൂസ്. പ്രവീണ ഒന്ന് വായിച്ചേ. പ്രൈമറി ഹെൽത്ത് സെന്റർ. പ്രവീണ ഉണ്ടോ? അഷിക ഒന്ന് വായിച്ചേ. അഷിക. നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് വായിക്കേണ്ടത് മനസ്സിലാവുന്നുണ്ടോ നോക്കാനാണ് കേട്ടോ. തെറ്റിയായാലും കുഴപ്പമില്ല, മിസ് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അഷിക ഒന്ന് വായിച്ചേ. എളുപ്പമുള്ള ടോപ്പിക് ആയതുകൊണ്ടാണ് മിസ് വായിപ്പിക്കണത്. ആരും വായിക്കാനില്ലേ? സന്ധ്യ ഒന്ന് വായിച്ചേ. സന്ധ്യ രതീഷ്. ഓക്കെ. ആരാ വായിക്കാം? സന്ധ്യ വായിച്ചു. വായിച്ചോ. Primary health centers, PHCK, are usually small, about 5 beds, 1 to 2 qualified doctors, and 14 paramedics and support staff. PHC is typically a referral unit for a subcenter cluster of about 6. The primary healthcare center, PHC, are in charge of 6 subcenters each. In addition to outpatient treatment, most PHCs facilitate inpatient treatment with 4 to 6 beds. As per the plan, PHC serves 30,000 people. Okay. എന്താണ് മനസ്സിലായത്? അതായത് PHC എന്ന് പറയുന്നത് ഒരു സ്മോൾ ആയിട്ടുള്ള ഒരു ഹെൽത്ത് സെന്റർ ആണ്. അവിടെ എന്ന് പറയുന്നത് ഒരു 5 ബെഡ്സ് ആണ് അവൈലബിൾ ആയിട്ട് ഉണ്ടാവുള്ളൂ. പിന്നെ 1 മുതൽ 2 വരെയും ക്വാളിഫൈഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് അവിടെ ഉണ്ടാവും. പിന്നെ 14 പാരാമെഡിക്സ് ഉണ്ടാവും. അതുപോലെ തന്നെ സപ്പോർട്ടിംഗ് സ്റ്റാഫ്സ് ഉണ്ടാവും അതിനുവേണ്ടി. പിന്നെ ഇതൊരു അതായത് സബ് സെന്റേഴ്സിന്റെ ഒരു റെഫറൽ യൂണിറ്റ് ആണ്. അതായത് ഒരു 6 സബ് സെന്റർ കൂടണതാണ് ഒരു പ്രൈമറി ഹെൽത്ത് സെന്റർ എന്ന് പറയുന്നത്. ഹെൽത്ത് സെന്റേഴ്സില് അതായത് 6 ബെഡ്സ് ഉണ്ടാവുകയുള്ളൂ. അതുപോലെ തന്നെ ഇതിൽ ഔട്ട് പേഷ്യന്റ് ട്രീറ്റ്മെന്റ് ആഡ് ചെയ്തിട്ടുണ്ട്. അതായത് പുറത്തുനിന്നുള്ള രോഗികൾക്കും വന്ന് ചികിത്സിക്കാൻ പറ്റുന്ന സ്ഥലമാണ്. അതുപോലെ തന്നെ 4 to 6 ബെഡ്സ് ആണ് അവിടെ അവൈലബിൾ ആയിട്ടുള്ളൂ. ഇത് സെർവ് ചെയ്യുന്നത് 13,000 പീപ്പിൾസിനാണ്. അതായത് 30,000 ആളുകൾക്ക് വരെയുള്ള സർവീസ് അവിടെ കൊടുക്കുന്നുണ്ട്. അപ്പൊ എന്താണ് പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സ്, PHC എന്നാണ് അതിനെ പറയണത്. അതിനകത്ത് എന്താണ് ഒരു സ്മോൾ ഹോസ്പിറ്റൽ ആയിരിക്കും. 5 ബെഡ്സ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. അതുപോലെ എന്താണ് ക്വാളിഫൈഡ് ഡോക്ടേഴ്സ് 1 or 2 ആയിരിക്കും ഉണ്ടായിരിക്കാം. പിന്നെന്താണ് 14 പാരാമെഡിക്സും സപ്പോർട്ടിംഗ് സ്റ്റാഫുകളും ഉണ്ടായിരിക്കും. പിന്നെന്താണ് ഈ PHC എന്ന് പറയുന്നത് 6 ഹെൽത്ത് സെന്റർ അല്ലെങ്കിൽ സബ് സെന്ററിന്റെ ഇൻചാർജ് വഹിക്കുന്നുണ്ട്. മോളിൽ പഠിച്ചില്ലേ സബ് സെന്റർ? ഈ സബ് സെന്ററിന്റെ 6 സബ് സെന്ററിന്റെ ഇൻചാർജ് ഈ PHC എന്ന് പറഞ്ഞ സെന്റേഴ്സ് വഹിക്കുന്നുണ്ട്. പിന്നെന്താണ് ഔട്ട് പേഷ്യന്റും അതുപോലെ ഇൻപേഷ്യന്റ് ട്രീറ്റ്മെന്റും അവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ 30,000 പീപ്പിൾസ് 30,000 പീപ്പിൾസിനാണ് സേവനം ചെയ്യുന്നത്. ഓക്കെ അല്ലേ? വായിച്ചാൽ മനസ്സിലാവില്ലേ? സിമ്പിൾ ടോപ്പിക് അല്ലേ ഇത്? നോട്ട് തരട്ടെ മിസ്? ഇനി പറയണോ? ഓക്കെ, എഴുതിക്കോളൂ കേട്ടോ. പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സ്. പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സ്. PHCs are
are usually small about small about 5 birds. Second point, 1-2 qualified doctors. 1-2 qualified doctors. Third point, 14 paramedics. 14 paramedics and supporting staff. Fourth point, PHC are in charge of 6 sub-centers. Fifth point, it provide outpatient and inpatient service. Sixth point, it serve സേവിക്കുക. It serve 3,000 peoples. 3,000 peoples. It serve 30,000 peoples. പറഞ്ഞപ്പോ തെറ്റിപ്പോയതാണ് കേട്ടോ. എഴുതിയോ? ഓക്കെ. അപ്പൊ എന്താണ് പ്രൈമറി ഹെൽത്ത് സെന്ററിൽ നമ്മൾ എന്തൊക്കെയാ പഠിച്ചത്? PHC എന്ന് പറയുന്നത് ഒരു സ്മോൾ എന്തായിരിക്കും? ഹോസ്പിറ്റൽ ആയിരിക്കും. അവിടെ 5 ബെഡ്സ് ആണ് ഉണ്ടായിരിക്കുന്നത്. അതുപോലെ എന്താണ് 1-2 ക്വാളിഫൈഡ് ഡോക്ടേഴ്സ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. 14 പാരാമെഡിക്സ് ആൻഡ് സപ്പോർട്ടിംഗ് സ്റ്റാഫ് ഉണ്ടായിരിക്കും. പിന്നെ PHC എന്ന് പറയുന്നത് 6 സബ് സെന്ററുകളെ ഇൻചാർജ് വഹിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ എന്താണ് PHC ഔട്ട് പേഷ്യന്റ് സർവീസും ഇൻപേഷ്യന്റ് സർവീസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഔട്ട് പേഷ്യന്റിന് ഇൻപേഷ്യന്റ് സർവീസ് എന്ന് പറഞ്ഞാൽ അറിയില്ലേ? നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതല്ലേ? ഓക്കെ. ഇനി എന്താണ് PHC എന്ന് പറയണത്? സർ 30,000 പീപ്പിൾസ് അല്ലെ, 30,000 പീപ്പിളിന് സേവനം ചെയ്യുന്നുണ്ട്. ഓക്കെ അല്ലേ? ഞാൻ അടുത്തതിലോട്ട് പോവാം. നമുക്ക് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ ആരെ വായിക്കാം? അൺമ്യൂട്ട് ആക്കട്ടെ.
ആരെ വായിക്കും? കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ. Good afternoon, ma'am. വായിക്കേ. The secondary sector of the Indian healthcare system contain rural hospitals and community health center serving 4 PHCs. The CHCs specialized medical services are meant for 1,20,000 people. Community health centers are supposed to have at least 30 beds, an operation theatre, a laboratory, X-ray facilities, as well as a team of 4 medical specialists. എന്താ പറയുന്നത് അതിനകത്ത്? The secondary system, Indian healthcare system, contain rural hospitals, community health center, 4 PHCs included. When CHSC serve 1,20,000 pupils in a service, ഇതില് അറ്റ്ലീസ്റ്റ് 30 ബെഡ്സ് ഉണ്ടാകും. പിന്നെ ഫെസിലിറ്റി മെയിനായിട്ട് ഓപ്പറേഷൻ തിയേറ്റേഴ്സ്, ലാബോറട്ടറി, എക്സ്റേ എന്നീ ഫെസിലിറ്റികൾ ഉണ്ടാകും. പിന്നെ 4 മെഡിക്കൽ സ്പെഷ്യലിസ്റ്റ് ഇൻക്ലൂഡഡ് ആയിരിക്കും. താങ്ക് യു മാം. അപ്പൊ ഇനി നമ്മൾ നോക്കാൻ പോണത് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റേഴ്സ് ആണ്. കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ എന്ന് പറഞ്ഞാല് എന്താണ്? ഇന്ത്യൻ ഹെൽത്ത് കെയർ സിസ്റ്റത്തിന്റെ ഒരു സെക്കൻഡറി സെക്ടർ ആണ് എന്തെന്ന് പറയണത്? കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റേഴ്സ്. കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ എന്ന് പറയുന്നത് ഇന്ത്യൻ ഹെൽത്ത് കെയർ സിസ്റ്റത്തിന്റെ എന്താണ്? ഒരു സെക്കൻഡറി സെക്ടർ ആണ്. അവിടെ എന്താണ്? 4 PHCനെയാണ് അല്ലെ നമ്മൾ മുമ്പ് പഠിച്ച 4 PHC 4 PHCകളെയാണ് ഇത് എന്ത് ചെയ്യുന്നത്? ഇൻചാർജ് വഹിക്കുന്നത്. ഈ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ എന്ന് പറഞ്ഞാല് 4 PHCനെ ഇൻചാർജ് 4 PHCകളെ ഇൻചാർജ് വഹിക്കുന്നുണ്ട്. ഓക്കെ. ഇനി PHC നമ്മൾ നേരത്തെ പഠിച്ചില്ലേ? ആ PHC എത്ര സബ് സെന്ററിനെയാണ് ഇൻചാർജ് വഹിക്കുന്നത്? PHC പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സ് എത്ര? ഓക്കെ, 6 സബ് സെന്ററുകളെയാണ് ഇൻചാർജ് വഹിക്കുന്നത്. അതുപോലെ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റേഴ്സ് എത്ര PHCകളെയാണ് ഇൻചാർജ് വഹിക്കുന്നത്? ഇവിടെ പറയുന്നത് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റേഴ്സ് 4 PHCകളെയാണ് ഇൻചാർജ് വഹിക്കുന്നത്. ഓക്കെ. പിന്നെന്താണ്? 1,20,000 പീപ്പിൾസിന് എന്ത് നൽകുന്നുണ്ട്? സേവനം ചെയ്യുന്നുണ്ട്. പിന്നെ എന്താണ് പറയണത്? അറ്റ്ലീസ്റ്റ് 30 ബെഡ് ഉണ്ടാകും. അതുപോലെ ഓപ്പറേഷൻ തിയേറ്റർ, എക്സ്റേ ഫെസിലിറ്റീസ്, ലാബോറട്ടറി സർവീസസ് ഒക്കെ പ്രദാനം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ 4 മെഡിക്കൽ സ്പെഷ്യലിസ്റ്റുകൾ അറിയാലോ. ഓർത്തോന്റെ സ്പെഷ്യലിസ്റ്റ് ഉണ്ടാവും, പീഡിയാട്രിഷ്യൻ ഉണ്ടാവും, ENT അങ്ങനെയുള്ള വിഭാഗങ്ങളും അവിടെ ഉണ്ടാകും. അതിന് എക്സാമ്പിൾ ആയിട്ട് എന്ത് പറയാം? നമ്മൾക്ക് ഗവൺമെന്റ് ഹോസ്പിറ്റലുകൾ പറയാനായിട്ട് പറ്റും. പ്രൈമറി ഹെൽത്ത് സെന്ററിന്റെ എക്സാമ്പിൾ ആണ് പ്രാഥമിക ആരോഗ്യ കേന്ദ്രം. അത് പ്രൈമറി ഹെൽത്ത് സെന്ററിന്റെ എക്സാമ്പിൾ ആണ് കേട്ടോ. ഇനി കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ എന്ന് പറഞ്ഞാല് നമ്മൾ ഗവൺമെന്റ് ഹോസ്പിറ്റലുകൾ പോലെയുള്ള ഹോസ്പിറ്റൽസിന് എക്സാമ്പിൾ ആണ് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റേഴ്സ്. ഓക്കെ. കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റേഴ്സിന് എക്സാമ്പിൾ എന്തായിരിക്കും? ഗവൺമെന്റ് ഹോസ്പിറ്റലുകൾ. ഓക്കെ. താലൂക്ക് ഹോസ്പിറ്റലുകളൊക്കെ. ഓക്കെ ആണോ? മനസ്സിലായോ? നോട്ട് എഴുതാം? പറഞ്ഞു തരട്ടെ? ഓക്കെ. ഹെഡിങ് കൊടുത്തോ? കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റേഴ്സ്. കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റേഴ്സ്. ഫസ്റ്റ് പോയിന്റ്, സെക്കൻഡറി സെക്ടർ ഓഫ് secondary sector of India health care system. Secondary sector of Indian health care system.
ഇന്ത്യൻ ഹെൽത്ത് കെയർ സിസ്റ്റം. Secondary sector of Indian healthcare system. In second point, CHC serve സേവനം ചെയ്യുക. Serve for PHC. For PHC. The third point, it serve 1,20,000 peoples. 1,20,000 peoples. Fourth point, it is supported. It is supported to have at least 30 birds, comma, operation theater, comma, laboratory, comma, X-ray are available in CHC. Available in CHC. The last point, the team of 4 medical specialists. For medical specialists. പോയിന്റ് കിട്ടിയ എല്ലാവർക്കും? കമന്റ് ബോക്സിൽ ഞാൻ എഴുതിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ എന്താണ് CHC എന്ന് പറഞ്ഞാൽ എന്താണ്? സെക്കൻഡറി സെക്ടർ ഓഫ് ഇന്ത്യൻ ഹെൽത്ത് സിസ്റ്റം ആണ്. അതുപോലെ ഫോർ PHC-നെ സർവ് ചെയ്യുന്നുണ്ട്. പിന്നെ എന്താണ് പറഞ്ഞത്? ഇത് സർവ് 1,20,000 പീപ്പിൾ. പിന്നെന്താണ് അവിടെ എന്തൊക്കെയായിരിക്കും ഉണ്ടായിരിക്കുന്നത്? അറ്റ്ലീസ്റ്റ് 30 ബെഡ്സ്, ഓപ്പറേഷൻ തിയേറ്റർ, ലബോറട്ടറി, പിന്നെന്താണ് എക്സ്റേ ഫെസിലിറ്റീസ് ഉണ്ടായിരിക്കും. ദ ടീം ഓഫ് മെഡിക്കൽ സ്പെഷ്യലിസ്റ്റുകളും ഉണ്ടായിരിക്കും. ഓക്കെ അല്ലേ? സംശയങ്ങൾ വല്ലതുണ്ടോ? ഇനി പറയണോ മിസ്? സെക്കൻഡ് പോയിന്റ് എന്താണ്?
CHC സർവ് ഫോർ PHC. ഇൻചാർജ് വഹിക്കുന്നുണ്ട്. ഫോർ PHCയുടെ ഇൻചാർജ് CHC വഹിക്കുന്നുണ്ട്. അതാണ് സെക്കൻഡ് പോയിന്റ്. CHC സർ ഫോർ PHC. ഓക്കെ ആണോ? ഇനി സംശയമുണ്ടോ? ഓക്കെ. അപ്പോ ഇന്ന് നമ്മൾ എടുത്തിരിക്കുന്നത് എന്താണ്? 3 ടയർ സിസ്റ്റം വരെയാണ് എടുത്തിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. എന്തൊക്കെയാണ് ഇന്ന് നമ്മൾ പഠിച്ചത്? എന്താണ് നാച്ചുറോപ്പതി? എന്താണ്? ഞാൻ പറയുന്ന ആള് മാത്രം പറയാം കേട്ടോ. നാച്ചുറോപ്പതി, വാട്ട് യു മീൻ ബൈ നാച്ചുറോപ്പതി? ബെറ്റി ഒന്ന് പറഞ്ഞേ. ബെറ്റി, എന്താണ് നമ്മള് നാച്ചുറോപ്പതിയിൽ പഠിച്ചത്? ബെറ്റി ഉണ്ടോ? ബെറ്റി ഒന്ന് പറഞ്ഞേ. നമ്മുടെ നാച്ചുറോപ്പതിയിൽ എന്തൊക്കെയാ പഠിച്ചത്? പ്രവീണ ഒന്ന് പറഞ്ഞേ. പ്രവീണ. ഓക്കെ ഓക്കെ, മ്യൂട്ടാണോ? സോറി, മ്യൂട്ടല്ലല്ലോ. പറഞ്ഞോ. ബെറ്റി ഒന്ന് പറഞ്ഞേ. പറഞ്ഞോ പറഞ്ഞോ. പറഞ്ഞോ ഒന്ന്. പറഞ്ഞോ. ബെറ്റി, ബെറ്റി മാത്രം പറഞ്ഞാൽ മതി കേട്ടോ. എന്താണ് നമ്മുടെ നാച്ചുറോപ്പതിയിൽ പഠിച്ചത്? ബെറ്റിയുണ്ടോ? അതുല്യ ഒന്ന് പറഞ്ഞേ. അതുല്യ മുരളി. നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞുകൂടിയ വിഷപദാർത്ഥങ്ങൾ കാരണം നമുക്ക് അസുഖങ്ങൾ ഉണ്ടാകുന്നത് എന്ന് അതാണ് നാച്ചുറോപ്പതി പറയുന്നത്. ഓക്കെ ഓക്കെ. ഇനി 3 ഫേസുകളെ കുറിച്ച് പഠിച്ചില്ലേ നമ്മള് മോഡേൺ അലോപ്പതിയില്? അത് വേറൊരാള് പറയാ. സൂര്യ അജീഷ്. സൂര്യ എന്ന് പറഞ്ഞേ. ഏതൊക്കെ ഫേസുകളാണ്? ഫസ്റ്റ് ഫേസ് ഒന്ന് പറഞ്ഞേ. ഇനീഷ്യൽ ഫേസ്. സൂര്യ ഉണ്ടാ? അംഗീത് ഒന്ന് പറഞ്ഞേ. അംഗീത്. അംഗീത്. അംഗീത് ഉണ്ടോ? ശരത്ത്. ശരത്ത് ഒന്ന് പറഞ്ഞേ. ഫസ്റ്റ് ഫേസ് എന്താ പഠിച്ചേന്ന്? 1947 തൊട്ട് 1983 വരെയാണ് ഈ ഫേസ്. ഇതില് 2 പ്രിൻസിപ്പിൾ ഉണ്ട്. ആദ്യത്തെ പ്രിൻസിപ്പിള് കാശ് ഉണ്ടായാലില്ലെങ്കിലും ചികിത്സ കൊടുക്കണം എന്ന് നിർബന്ധമുണ്ട്. രണ്ടാമത്തെ പ്രിൻസിപ്പിള് രണ്ടാമത്തെ മോറൽ ബ്യൂട്ടി ഓഫ് മോറൽ ബ്യൂട്ടി ഓഫ് സ്റ്റേറ്റിന്റെ മോറൽ ബ്യൂട്ടി ആയി ഇത് ചികിത്സക്ക് എല്ലാവർക്കും ചികിത്സ കൊടുക്കണം എന്നുള്ളത് സ്റ്റേറ്റിന്റെ തന്നെ മോറൽ ബ്യൂട്ടി ആയി. വെരി ഗുഡ്. ഇനി രണ്ടാമത്തെ ഫേസ് ഒന്ന് പറഞ്ഞേ. അന്ന ജോസഫ്. അന്ന ഒന്ന് പറഞ്ഞേ. സെക്കൻഡ് ഫേസ് എന്ന് പറയുന്നത് 1983 ടു 2000 ആണ്. നാഷണൽ ഹെൽത്ത് പോളിസി ഡിക്ലൈൻ ചെയ്തത് 1983.
പ്രൈവറ്റ് ആൻഡ് പബ്ലിക് ഹെൽത്ത് കെയർ ചെയ്യാൻ തുടങ്ങി. പ്രൈവറ്റും പബ്ലിക്കും കൂടി. ഓക്കെ, എക്സാമ്പിൾ ആയിട്ട് എന്താ പറയാ? മെഡിക്കൽ ക്യാമ്പ്. ഓക്കെ, ഇനി ബെറ്റി ഒന്ന് പറഞ്ഞേ. തേർഡ് ഫേസ് ബെറ്റി ഉണ്ടോ? മ്യൂട്ട് ആണെന്നല്ലേ? ഓക്കെ. സുലേഖ ഒന്ന് പറഞ്ഞേ. തേർഡ് ഫേസ് ഒന്ന് പറയോ സുലേഖ? അഞ്ജന ഉണ്ടോ? അഞ്ജന ഉണ്ട്. പറഞ്ഞു. The third phase is post 2000. ഈ കാലഘട്ടത്തിലാണ് വന്നത്. ഇത് അഡ്രസ് ചെയ്യുന്നത് മെയിൻലി പബ്ലിക് പ്രൈവറ്റ് ആൻഡും പാർട്ട്ണർഷിപ്പിലും ലിബറലൈസേഷൻ ഓഫ് ഇൻഷുറൻസ് സെക്ടർ ആൻഡ് ദ ഗവൺമെന്റ് ആസ് എ ഫിനാൻസർ. ഇങ്ങനെയാണ് ഈ കാലഘട്ടത്തിൽ നിലനിൽക്കുന്നത്. ഓക്കെ, ഇപ്പൊ അല്ലേട്ടോ. ഇനി സബ് സെന്ററും കൂടെ ഒന്ന് പറഞ്ഞിട്ട് പോക്കോ. സബ് സെന്റർ നമ്മൾ എന്തൊക്കെ പോയിന്റ് പഠിച്ചത്? സബ് സെന്റർ ഇത് ഇറ്റ് പ്രൊവൈഡ് ബേസിക് പ്രൈമറി കെയർ. ഇവിടെ പ്രൈമറി കെയർ ആണ് കൊടുക്കുന്നത്. ഇറ്റ് പ്രൊവൈഡ് ബേസിക് മെഡിക്കൽ സർവീസ് ലൈക്ക് ഇമ്മ്യൂണൈസേഷൻ ആൻഡ് ഇറ്റ് ഈസ് എ ടെമ്പററി സ്ട്രക്ചർ ആയിരിക്കും. ഒന്നോ രണ്ടോ മെഡിക്കൽ വർക്കേഴ്സ് ആയിരിക്കും ഉണ്ടാവുക. അതിന് എക്സാമ്പിൾ ആണ് ആശാ വർക്കർ. 5,000 people. ഹെൽത്ത് സെന്റേഴ്സ് ആണ് എക്സാമ്പിൾ ട്ടോ. ഓക്കെ, ഇനി പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സ് ആരാ പറയാ? അഞ്ജു എന്ന് പറഞ്ഞേ. പറഞ്ഞോ. PHC യൂഷ്വലി സ്മോൾ ആണ്. അബൌട്ട് 5 ബെഡ്സ് ആണുള്ളത്. പിന്നെ 1-2 ക്വാളിഫൈഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് ഉണ്ട്. 14 പാരാമെഡിക്കൽസും സപ്പോർട്ടീവ് സ്റ്റാഫ്സും ഉണ്ട്. PHC എന്ന് പറയുന്നത് 6 സബ് സെന്റേഴ്സിന്റെ ഇൻചാർജ് വഹിക്കുന്നുണ്ട്. പിന്നെ ഇറ്റ് പ്രൊവൈഡ് ഔട്ട് പേഷ്യന്റ് ഇൻപേഷ്യന്റ് സർവീസസ് ഉണ്ട്. ഇറ്റ് സർവീസ് 3,000 പീപ്പിൾസ്. 13,000. കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റേഴ്സ്. ആര്യ ബാബു. പറഞ്ഞോ. കേക്കാവോ? പറഞ്ഞോ. നമ്മുടെ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡറി സെക്ടർ ഓഫ് ഇന്ത്യൻ ഹെൽത്ത് കെയർ സിസ്റ്റം ആണ്. അതുകൂടാതെ അവര് 4 PHCനെ സെർവ് ചെയ്യുന്നുണ്ട്. പിന്നെ 1,20,000 പീപ്പിളിനെ സെർവ് ചെയ്യുന്നുണ്ട്. അവര് സപ്പോർട്ട് ചെയ്യുന്നത് അറ്റ്ലീസ്റ്റ് 30 ബെഡെങ്കിലും അവര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് കൂടാതെ ഓപ്പറേഷൻ തിയേറ്റർ, ലബോറട്ടറീസ്, എക്സ്റേ ഫെസിലിറ്റീസ് ഇങ്ങനെയുള്ള കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിൽ നമുക്ക് അവൈലബിൾ ആണ്. അതുകൂടാതെ ഈ ടീം, അതായത് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ എന്ന് പറയുന്നത് ഒരു 4 മെഡിക്കൽ സ്പെഷ്യലിസ്റ്റിന്റെ ഒരു ടീമാണ്. താങ്ക് യു മാം. മനസ്സിലായല്ലേ? ഇനി ഡൗട്ട് ഉണ്ടോ? ഇന്നെടുത്തതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ ആണോ? മമ്മി സബ് സെന്റേഴ്സ് പറഞ്ഞില്ലായിരുന്നോ? എന്താണ് സബ് സെന്റേഴ്സ് പറഞ്ഞില്ലായിരുന്നോ? അതിന് എക്സാമ്പിൾ ആയിട്ട് ഹെൽത്ത് സെന്റർ പറഞ്ഞല്ലോ. അപ്പൊ ഈ നഴ്സറിയിലൊക്കെ കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെ കൊടുക്കുമല്ലോ, അത് ഇതിന് എക്സാമ്പിൾ ആണ്. എന്താണ്? നഴ്സറിയിലൊക്കെ ഉണ്ടല്ലോ ഇങ്ങനെ സർവ് ചെയ്യാറുണ്ടല്ലോ കൊച്ചുകുട്ടികൾക്ക് ഇങ്ങനെ കുത്തിവയ്പ്പ് അങ്ങനെ പറഞ്ഞിട്ട്. അതാണ് ഇമ്മ്യൂണൈസേഷൻ എന്ന് പറഞ്ഞത്. കുത്തിവയ്പ്പുകൾ കുട്ടികൾക്ക് കൊടുക്കില്ലേ നമ്മള്? ജനിക്കുമ്പോ കൊടുക്കും. അതുപോലെ എന്താണ് 5 വയസ്സിൽ, 10 വയസ്സിൽ, 15 വയസ്സിലൊക്കെ കൊടുക്കുമല്ലോ. അപ്പൊ അങ്ങനെ എന്താണ് അതൊക്കെ എന്താണ് ഹെൽത്ത് സെന്ററിന്റെ ഒരു ഇതാണ്, കടമയാണ് കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഹെൽത്ത് സെന്റർ എന്താണ് അതിന് എക്സാമ്പിൾ ആണ് കേട്ടോ. ഓക്കെ അല്ലേ? സംശയങ്ങൾ വല്ലതുണ്ടോ? താങ്ക് യു. ഓക്കെ.
സർ ഡൗട്ട് ചോദിച്ചോട്ടെ? ചോദിച്ചോളൂ. ഓക്കെ, ഈ ഫിസിഷ്യൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫിസിഷ്യനും സാധാ ഡോക്ടറും തമ്മിലുള്ള വ്യത്യാസം എന്താ? ഡോക്ടർ എന്നാണ് പറയണത്. നമ്മൾ സാധാരണ ഇപ്പൊ ക്ലിനിക്കിൽ പോയാൽ അവര് പറയുന്നത് അങ്ങനെ എന്തെങ്കിലും Thank you, ma'am. കൂടുതലായിട്ട് ചെയ്യണമെങ്കിൽ ഫിസിഷ്യനെ കാണിക്കണമെന്ന്. ഓ അത് കറക്റ്റ് ആയിട്ട് നോക്കിയിട്ട് ടീച്ചർ പറയാം കേട്ടോ. ഓക്കെ, പറഞ്ഞിട്ട് കേട്ടോ. ശരി. ഓക്കെ, താങ്ക് യു. Thank you, ma'am. Thank you.